കഴിഞ്ഞ രാത്രി ഇറാനിൽ വ്യാപകമായ ആക്രമണങ്ങൾ നടത്തിയതായി ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കി. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്കും സൈനിക കേന്ദ്രങ്ങളിലേക്കുമാണ് ആക്രമണം നടത്തിയത്. 60 യുദ്ധവിമാനങ്ങൾ 120ഓളം ആയുധങ്ങൾ പ്രയോഗിച്ചതായും IDF പറഞ്ഞു. ഇസ്രായേലി ആക്രമണത്തിൽ ടെഹ്റാനിലെ നിരവധി മിസൈൽ ഉൽപാദന കേന്ദ്രങ്ങൾ തകർത്തതായാണ് IDF റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാൻ സൈന്യത്തിന്റെ ആയുധ നിർമ്മാണ മേഖലയുടെ കേന്ദ്രമായിരുന്നു ഇവിടം അറിയപ്പെട്ടിരുന്നത്. മിസൈൽ ഘടകങ്ങൾ നിർമ്മിക്കുന്ന കേന്ദ്രങ്ങളും മിസൈൽ എഞ്ചിനുകൾ കാസ്റ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ നിർമ്മിക്കുന്ന സ്ഥലങ്ങളും അടക്കം ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നതായാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കുന്നത്. ഇറാനിലെ SPND ആണവ പദ്ധതിയുടെ ആസ്ഥാനവും ആക്രമിക്കപ്പെട്ടു. ഇറാൻ സൈന്യത്തിന് ആവശ്യമായ നൂതന സാങ്കേതിക വിദ്യകളുടെയും ആയുധങ്ങളുടെയും ഗവേഷണത്തിനും വികസനത്തിനുമുള്ള ഒരു പ്രധാന കേന്ദ്രമായിരുന്നു ഇവിടം പ്രവർത്തിച്ചിരുന്നത്. ഇറാന്റെ ആണവായുധ പദ്ധതിയുടെ സ്ഥാപകനായ മൊഹ്സെൻ ഫക്രിസാദെ 2011 സ്ഥാപിച്ചതായിരുന്നു ഈ കേന്ദ്രം. ഇസ്രായേലി ആക്രമണം രൂക്ഷമായ പശ്ചാത്തലത്തിൽ ടെഹ്റാനിലെ ഓസ്ട്രേലിയൻ എംബസി അടച്ചു. ജീവനക്കാരോടെല്ലാം രാജ്യത്തേക്ക് തിരികെ മടങ്ങാൻ ഓസ്ട്രേലിയ ആവശ്യപ്പെട്ടു. അതേസമയം ഇസ്രായേലിനൊപ്പം ഇറാനിലേക്ക് ആക്രമണം നടത്തുന്നത് സംബന്ധിച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനം എടുക്കുമെന്ന് വൈറ്റ് ഹൗസ് വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷക്കീന ന്യൂസ്.